ശ്രീജിത്ത് പണിക്കർ ഒളിവിൽ പോയി. അറിഞ്ഞില്ലേ? ഇല്ല. എപ്പോഴാണ് ഒളിവ് പോകുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് സാധാരണ ജാമ്യത്തിന് മുമ്പ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസ് ഉണ്ടാകുമ്പോൾ അറസ്റ്റ് ഭയന്നിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഷാജൻ സ്കറിയ ഒളിവ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയിട്ട് ഷാജനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി വന്നു. ഇപ്പോൾ അടുത്ത വെട്ടമൃഗം ശ്രീജിത്ത് പണിക്കരാണ്. ശ്രീജിത്ത് പണിക്കരെ അറസ്റ്റ് ചെയ്യണം, പറ്റിയ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. ആഗ്രഹം അതായിരിക്കും. ശ്രീജിത്ത് പണിക്കരെ അങ്ങ് പിടിക്കണം, എന്നിട്ട് ഒരു ജ്യൂസറിലേക്ക് അങ്ങ് ഇടണം, അടിച്ചും മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും. കാരണം ശ്രീജിത്ത് അങ്ങനെയാണ്. ശ്രീജിത്തിനോട് പോയി മുട്ടാൻ പറ്റത്തില്ല. ശ്രീജിത്ത് ഒരു സബ്ജക്റ്റ് കൃത്യമായി പഠിച്ച് ഒരു പിഴവും ഇല്ലാത്ത ചെയ്യുന്നതാണ്. നമ്മളൊക്കെ വീഡിയോ ചെല്ലുമ്പോൾ ചിലപ്പം ഒരു കേസ് പറഞ്ഞാൽ ചിലപ്പോൾ കേസ് നമ്പർ മാറിപ്പോകും, വകുപ്പ് മാറിപ്പോവാം, സാക്ഷിയുടെ നമ്പർ മാറിപ്പോവാം. ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കും. ചിലപ്പോൾ പേരുകൾ മാറിപ്പോവാം, വർഷം മാറിപ്പോവാം. കാരണം നമ്മൾ ഈ ശ്രീജിത്തിനെ പോലെ ഒരു ഗവേഷണ ബുദ്ധിയോടെ വിഷയങ്ങളെ സമീപിച്ചിട്ടല്ല നമ്മളൊന്നും വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വളരെ പെട്ടെന്നൊരു സബ്ജക്റ്റ് വരുന്നു, അപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് കിട്ടാവുന്ന മെറ്റീരിയൽ വെച്ച് അടിക്കുന്നു. ചിലപ്പോൾ നാവ് വീഴ ഒക്കെ സംഭവിക്കും. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടാറുണ്ട്. പക്ഷേ നമ്മളൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത്. ശ്രീജിത്ത് അങ്ങനെയല്ല. ഒരു വസ്തുത ഗവേഷണ ബുദ്ധിയോടെ വസ്തുതകൾ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചാനൽ ചർച്ചകളിൽ ശ്രീജിത്ത് പണിക്കരുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടൊരു ആ പഞ്ചായത്തിൽ കൂടെ പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഈ നടിയെ പീഡിപ്പിച്ച കേസിലെ ഒരു അഭിഭാഷക അഡ്വക്കേറ്റ് മിനി ഇരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ ജഡ്ജ്മെൻറ്റിലെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഇവർ മൈക്കൊക്കെ ഊരിയിട്ട് അത് ഞാൻ പറയാനില്ല, ജഡ്ജ്മെൻറ്റ് വെച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളം മുഴുവൻ കാതോർത്തിരുന്ന നടിയെ പീഡിപ്പിച്ച നികൃഷ്ടമായ ആ കേസിലെ ആ ക്രൈമിൻ്റെ വിധി എടുത്തു വെച്ചിട്ട് ഓരോ ദിവസമായി അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പ്രേക്ഷകരോട് പറയുക. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. കാരണം ഇത് 10,500 പേജുള്ള ഒരു വിധിന്യായം വായിച്ചു പഠിച്ച്, അതും ഇംഗ്ലീഷിലുള്ളത് വായിച്ച് പഠിക്കാനെന്നുള്ള ശേഷി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കുമില്ല. വിധിന്യായം കിട്ടിയാൽ തന്നെ ഇത് വായിക്കാൻ പറ്റില്ല. ഇത്രയും പേജ് വായിക്കാൻ നമ്മൾ മാധ്യമപ്രവർത്തകർ നമ്മൾ പോലും അത് മുഴുവൻ വായിച്ചിട്ടില്ല. കാരണം നമ്മുടെ ജോലിക്കിടയിൽ സമയം കിട്ടുന്നില്ല. മാത്രമല്ല ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വായിച്ചാൽ മുഴുവൻ മനസ്സിലാവത്തില്ല. കാരണം ഇത് ആളുകളുടെ പേര് നിങ്ങൾ PW1 A1 എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ലിസ്റ്റ് വെച്ചിട്ട് ആരാണ് A1, PW1 ആരാണ് എന്നൊക്കെ നോക്കേണ്ടി വരും. എക്സിബിറ്റ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്ത് സംഭവം ഒന്നും മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് വിധി വരുന്നത്. നിയമഭാഷയല്ല. ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എക്സിബിറ്റ് 1, 1, 3 എന്നായിരിക്കും കാണിക്കുന്നത്. അത് വായിക്കുന്നതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി റഫർ ചെയ്തൊക്കെ ഇത് വിധി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇത്രയും ക്ലേശകരമായ കാര്യമാണ്. പക്ഷേ വിധി വന്നതിന് ശേഷം ശ്രീജിത്ത് എല്ലാ ദിവസവും വിധിയെടുത്ത് വളരെ ലളിതമായ ഭാഷയിൽ ആ വിധി എന്താണ് പറയുന്നത് പച്ച മലയാളത്തിൽ ഒരു പിഴവുമില്ലാതെ, അതാണ് അണ്ടർലൈൻ, ഒരു പിഴവുമില്ലാതെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തോതിൽ ആളുകൾക്ക് വസ്തുതകൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കോടതി വിധി തന്നെ പറയുന്നുണ്ട്. ഈ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് ഒരു മീഡിയ ട്രയൽ നടന്നു കേരളത്തിൽ. അതുമായി ബന്ധപ്പെട്ട് കണ്ടംപ്റ്റ് കേസ് വരെ കോടതിയിലുണ്ട്, കോടതിയലക്ഷ്യ കേസുകൾ. കാരണം കോടതി വിധിയെ സ്വാധീനിക്കുമാറ് കോടതി പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ ഇൻ ക്യാമറയിൽ നടന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു. എന്നിട്ട് കോടതി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഈ പറയുന്ന ഇന്നതാണ് കുറ്റം, ഇന്നയാളാണ് അത് ചെയ്ത് എന്ന് മീഡിയ ജഡ്ജിമാർ അങ്ങ് വിധിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചു കയറി. അതിനുശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ദുർബലമായ കെട്ടിച്ചമച്ച തെളിവുകൾ വന്നപ്പോൾ ആ കേസ് തകർന്നു വീണു. കോടതി വളരെ ഫെയറായിട്ട് വളരെ സത്യസന്ധമായി എല്ലാ തെളിവുകളും പരിശോധിച്ച് ഒരു ഗവേഷണ പ്രബന്ധം പോലെ ആധികാരികമെന്ന് വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വിധി പറഞ്ഞപ്പോൾ ആളുകൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയോ? നേരത്തെ അവരുടെ മനസ്സിലേക്ക് പോലീസിൻ്റെ ഒത്താശയോടെ എന്ന് കോടതി പറയുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഒരു പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടാണ്. മാധ്യമപ്രവർത്തകരുടെ പേരെടുത്ത് പോലും കോടതി പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വിധിയെക്കുറിച്ച് ചിലർക്കൊക്കെ സംശയം വന്നത്. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോകൾ സഹായിക്കുന്നു. അതുകൊണ്ട് CAA വന്ന സമയം ഓർക്കുന്നില്ലേ? CAA വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ പിടിച്ച് പാകിസ്ഥാനിലേക്ക് കടത്തും, ജയിലിൽ പാർപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിൻ നടന്നപ്പോൾ കേരളത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി. ഒരൊറ്റ മനുഷ്യനാണ് കേരളത്തെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു സിംഹഭാഗ കോൺട്രിബ്യൂഷനും ശ്രീജിത്ത് പണിക്കർക്കാണ്. ശ്രീജിത്ത് അങ്ങനെ ആളുകൾക്ക് പറയും CAA വന്നാൽ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല, ഇന്ത്യക്കാർക്കൊന്നും സംഭവിക്കത്തില്ല, ഇത് പൗരത്വം കളയാനുള്ളതല്ല, പൗരത്വം കൊടുക്കാനുള്ള നിയമമാണെന്നൊക്കെ കേരളത്തെ ബോധ്യപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ശ്രീജിത്ത് പണിക്കർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില പ്രത്യേക ശക്തികൾക്ക്, രാഷ്ട്രീയ ശക്തികൾക്കോ മതശക്തികൾക്കൊക്കെ ശ്രീജിത്തിനെ ഇഷ്ടമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
ഇതിനു വേണ്ടിയിട്ട് ഒരു സംവാദകൻ എന്ന നിലയിൽ ഇത്രയും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ അറിയില്ല. അപ്പോൾ ശ്രീജിത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പൊള്ളുന്നു. ഈ കേസ് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്നൊക്കെ ആളുകൾക്ക് തോന്നി തുടങ്ങി. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. കേരള ഫെമിനിസ്റ്റ് ഫോറം മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന പരാതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതി ഞാൻ വായിക്കാം. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ നിരീക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ എന്നയാൾ ദിനംപ്രതി ഈ കേസ് സംബന്ധിച്ച വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കോടതി വിധി ആർക്കും വിശകലനം ചെയ്യാം എന്ന യുക്തിയുടെ മറവിൽ ഈ കേസ് തന്നെ കളവാണെന്നും തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വസ്തുതകളെ വളച്ചൊടിച്ച് നുണപ്രചാരണത്തിലൂടെ 8ാം പ്രതിയായ ദിലീപിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. 8ാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ടതുൾപ്പെടെയുള്ള സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാരും കൊട്ടേഷൻ ലൈംഗികാക്രമണത്തിനിരയായ നടിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ PR വർക്ക് ചെയ്യുന്നത്. ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിൽ വരെയും എത്താൻ സാധ്യതയുള്ള താരതമ്യങ്ങളില്ലാത്ത ഈ കേസിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട നടനു വേണ്ടി നടക്കുന്ന വലിയ ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണ് ദിവസേനയുള്ള വീഡിയോ സംപ്രേഷണം. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും താഴ്ത്തിക്കെട്ടുന്ന ബോധപൂർവമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ശ്രീജിത്ത് പണിക്കരെ അറസ്റ്റ് ചെയ്യണം. ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. അതായത് അവർ തന്നെ സമ്മതിക്കുകയാണ് ഈ കേസ് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തോറ്റുപോകുന്ന അവരിപ്പോഴേ സമ്മതിച്ചിരിക്കുക. അതെ, ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടല്ലേ സുപ്രീം കോടതിയിൽ പോകത്തുള്ളൂ. അപ്പോൾ ഈ കത്തെഴുതിയ മഹതികളുടെ പേര് ഞാൻ പറയാം. കത്തെഴുതിയ ആളുകൾക്ക് ഇപ്പോഴേ അറിയാം മിക്കവാറും ഹൈക്കോടതിയിൽ തോറ്റുപോകുന്നു. അവർ സമ്മതിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഇപ്പോഴേ അവർ സമ്മതിച്ചു ഹൈക്കോടതിയിൽ പോകുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതിയുടെ വിധി അത് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വായിച്ച് സംപ്രേഷണം ചെയ്യുന്ന ലേഖനം എഴുതുകയോ വീഡിയോ ചെയ്യുകയോ ഓഡിയോ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? നമ്മുടെ രാജ്യത്ത് കോടതി വിധികളെ വിമർശിക്കാം. ഒരു ജഡ്ജിയുടെ വിധി തെറ്റാണെന്ന് പറയാം. രാമക്ഷേത്ര വിധിയെക്കുറിച്ച് തെറ്റ് പറയുന്നില്ലേ? ആ വിധി തെറ്റാണെന്ന് പറയുന്നുണ്ട്. അത് എഴുതിയ ജഡ്ജിമാർ കൈക്കൂലി മേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാലാണ് അത് കണ്ടംപ്റ്റ് ആവുന്നത്, കുറ്റകരമാവുന്നത്. അല്ലാതെ ഒരു ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാൻ, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പോൾ ഇതിലൂടെ ഇവർ ആവശ്യപ്പെടുന്നതെന്നറിയോ? ഹൈക്കോടതി വിധി ഇപ്പം നോക്കൂ, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഈ വിധി ചർച്ച ചെയ്യുന്നില്ല. ഈ വിധിയിൽ പ്രോസിക്യൂഷൻ കെട്ടിപ്പടുത്ത തെളിവുകൾ പലതും വ്യാജ തെളിവുകളാണെന്ന് കോടതി അക്കമിട്ട് കാര്യകാരണ സഹിതം പറഞ്ഞതൊന്നും വാർത്തയാക്കുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. അവർ ഈ പണിക്ക് കൊള്ളുകയില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഷെയിംലെസ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നാണംകെട്ട എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ വരെ ഈ ജഡ്ജ്മെൻറ്റിൽ ഉപയോഗിച്ചു. എനിക്കൊന്ന് 1000 പേജ് കഴിഞ്ഞങ്ങ് പോയാൽ മിക്കവാറും ഏതാണ്ട് എല്ലാ പേജിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തെ, ബൈജു പോലോസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ എടുത്തങ്ങ് കോടതി ഉടുത്തു എന്ന് പച്ച മലയാളത്തിൽ പറയാം. അങ്ങനെയാണ് ഇത്രമാത്രം പ്രോസിക്യൂഷനും IOയ്ക്കും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർക്കും പരിക്ക് പറ്റിയ ഒരു വിധി സമീപകാലത്തുണ്ടായിട്ടില്ല. അതൊരു വലിയ ഘടകമാണ്. അതിനെ എങ്ങനെ തുറന്നു കാട്ടുകയാണ് ശ്രീജിത്ത്. എന്താ ചെയ്യുന്നത്? ശ്രീജിത്ത് ജഡ്ജ്മെൻറ്റ് പറയുന്നില്ല. ശ്രീജിത്തിൻ്റെ ജഡ്ജ്മെൻ്റ് അല്ല, ഹണി എം വർഗീസ് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ജഡ്ജ്മെൻറ്റും വായിച്ചിട്ട് അത് ഇങ്ങനെയാണ് പറയുന്നത്. ഇന്ന തെളിവ്, മറ്റേ സൗണ്ട് തോമയുടെ സൈറ്റിലെ ഗൂഢാലോചന, ജോർജേട്ടൻ സ്ഫൂരത്തിലെ ഗൂഢാലോചന, ഇതൊക്കെ ശ്രീജിത്ത് പണിക്കരുടെ ടൈറ്റിൽ പോലും അല്ല. വിധിയിൽ കോടതി അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കോടതി കൊടുത്തിരിക്കുന്ന ടൈറ്റിലിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് കോടതി മലയാളത്തിൽ പറയുന്നു. അത് പാടില്ല. കാരണം ഇത് അപ്പീൽ കൊടുക്കാനുള്ള കേസാണ്. അപ്പീൽ കൊടുക്കാനുള്ള ഒരു കേസ് ചർച്ച ചെയ്യാൻ പാടില്ല, അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ഏത് നിയമമാണ് അനുശാസിക്കുന്നത്? ഏത് നിയമപ്രകാരം? അപ്പം ഇവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ വിധി വന്നുകൊണ്ട് ഇനി ഒരാളും ഈ വിധിയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. ആ വിധിയെക്കുറിച്ച് മിണ്ടിപ്പോയാൽ ഈ കേസിൽ കള്ളത്തരങ്ങൾ നടന്നു, കൃത്രിമ തെളിവുകൾ ഉണ്ടായി എന്ന് കോടതി പറഞ്ഞത് ജനങ്ങൾ അറിയും. അതറിഞ്ഞാൽ ഇപ്പോൾ ദിലീപിന് അനുകൂലമായി ഉണ്ടായി വരുന്ന ഒരു ട്രെൻഡിൻ്റെ ശക്തി കൂടും. ദിലീപ് ആളുകൾക്ക് സംശയം വരും, ഇത് കേട്ടതൊന്നും അല്ലല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തൊരു മര്യാദ ജനങ്ങൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ദിലീപിൻ്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, സിനിമ വിജയിക്കും എന്തൊക്കെയല്ലാട്ടെ. സിനിമ വിജയിച്ചാൽ അവർ പറയുന്ന ആളെ പറയും, ആളെ കൊടുത്തു PR അനുസരിച്ച് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റി. എനിക്ക് സിനിമ വിജയിച്ചു ഒന്നും അറിയണ്ട. ആ സിനിമ വലിയ ഗുണമുള്ള സിനിമയൊന്നും അന്ന് തോന്നുന്നില്ല. കാരണം ആദ്യമേ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. ഒരു ലോജിക്കും ഇല്ല, ഒരു ബഹളം.
അത്തരം സിനിമ ഇഷ്ടപ്പെടുന്നവർ കാണും. എന്നെ സംബന്ധിച്ച് അത്തരം സിനിമ എനിക്കിഷ്ടമല്ല, ഉള്ള കാര്യം പറയാം. ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ വേണം. ചുമ്മാ ബഹളം വെക്കുന്ന ഒരു സിനിമ കണ്ടിട്ട് എന്ത് കാര്യത്തിനാണ്? ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ദിലീപിനോട് ദേഷ്യമുള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല. എനിക്ക് മോഹൻലാലിനെ വലിയ ഇഷ്ടമാണ്. മോഹൻലാലിൻ്റെ സിനിമയെ പറ്റുമെങ്കിൽ എല്ലാം കാണുന്നതാണ്. പക്ഷേ വെറുതെ ബഹളമുള്ളൊരു സിനിമയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കാണുന്നത്? കാരണം ആദ്യം തന്നെ പറയുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് അവർ കാണിച്ചിരിക്കുന്നു. എനിക്ക് ഭ്രാന്തൻ തുള്ളാട്ടം കാണാൻ എനിക്കിഷ്ടമില്ല. കാരണം ഞാനൊരു ന്യൂ ജൻ അല്ല. അതെ, നമ്മൾ റിട്ടയർമെൻറ്റിൽ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആഘോഷ സിനിമകൾ കാണാൻ ഇഷ്ടമില്ല. സിനിമ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരൊക്കെ വളരെ നല്ല സിനിമയാണെന്ന് ചെറുപ്പക്കാരായ ആളുകൾ പറയുന്നുണ്ട്. ഇന്ന് കുറച്ച് മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവരൊക്കെ എന്ത് സിനിമ എന്ന് പറയുമ്പോൾ, മോഹൻലാലിൻ്റെ ഒരു സിനിമയില്ലേ ചെങ്ങന ടൗൺ എന്ന് പറയുന്ന സിനിമ, അത് ഭയങ്കര സിനിമയാണെന്ന് പറയുന്നവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ആ തലമുറയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ മോശമാണെന്നോ നല്ലതാണെന്നോ അല്ല പറയുന്നത്. ആ സിനിമ ഇഷ്ടപ്പെട്ടവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണാതിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവരൊക്കെ ഉണ്ടല്ലോ വലിയ സാംസ്കാരിക പ്രവർത്തകരാണെന്ന് പറയുന്നത്. സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങളിൽപ്പെടുന്നതാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. ഈ അഭിപ്രായം മറ്റൊരാളെ ദ്രോഹിക്കുന്നോ അപകീർത്തിപ്പെടുത്തുന്നോ ആവരുത്. പക്ഷേ ഒരു കോടതി വിധി വ്യാഖ്യാനിക്കാൻ പാടില്ല. കോടതി വിധി വ്യാഖ്യാനിച്ച് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളോട് പറഞ്ഞു തരികയാണ്. പറ്റില്ല, അത് പറ്റില്ല. കാരണം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ്. കാരണം അവരാരും ഈ ജഡ്ജ്മെൻറ്റ് വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ മലയാളികളും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു വിദ്വാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു IT കമ്പനിയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാ ദിവസവും ഇരുന്ന് ചാനലിൻ്റെ മുന്നിൽ ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് ആ വിധി ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വായിക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കങ്ങ് കുരുപൊട്ടുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ അങ്ങ് തീർത്തേക്കാം, ഇയാളെ അറസ്റ്റ് ചെയ്യണം. ഏത് വകുപ്പ് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യും? ഏത് വകുപ്പാണ് ഒരു കോടതി വിധി വ്യാഖ്യാനിക്കുന്ന കോടതി വിധിയിലെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കോടതി വിധിയാണെങ്കിൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഇവരൊക്കെ പറയുന്നത് ഇവർ ഫാസിസത്തിനെതിരെ പോരാടുന്നവരാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഒപ്പുവെച്ച ആളുടെ പേരൂടെ പറയാം. കെ അജിത, പഴയ നക്സലൈറ്റ്. എലിയാമ്മ വിജയൻ, എനിക്കറിയത്തില്ല ആരാണെന്ന്. മേഴ്സി അലക്സാണ്ടർ, അറിയില്ല എനിക്ക്. CS ചന്ദ്രിയ, കേട്ടിട്ടുണ്ട്, എഴുത്തുകാരിയാണെന്നു അല്ലേ. പിന്നെയുള്ളത് ആശ ഉണ്ണിത്താൻ, ഡോക്ടർ ആശ ആച്ചി ജോസഫ്, ഡോക്ടർ ബിനീത തമ്പി, ശ്രീജ P, അനിത VR, വസന്ത P, രാജലക്ഷ്മി KM, ഷീബ ജോർജ്, രതി മേനോൻ, ഷിജി ജോൺസൺ, റിൽഫ റോസ് ജോസഫ്. അടുത്ത പേര് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് സ്വപ്ന സുരേഷ്, ഡോക്ടർ ജാൻസി ജോസ്, സാവിത്രി KK, സോണിയ ജോർജ്, ഹമീദ CK, ഡോക്ടർ ജലജ മാധവൻ, KV ഭദ്രകുമാരി, സുൽഫത്തം, കുസുമൻ ജോസഫ്. അതെ, കുസുമൻ ടീച്ചർ എന്നൊക്കെ പറയുന്ന ഒരു ടീച്ചറാണെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു. പിന്നെ ആരാ, നജു ഇസ്മയിൽ, റിൽഫ റോസ് ജോസഫ്, ദിവ്യ ദിവാകർ, ഗാർഗി ഹരിതകം, സജിത മഠത്തിൽ, ഒരു നടിയാണല്ലേ. പിന്നെ ഗീത തങ്കമണി, രജിത G, ഐറിസ്, അഡ്വക്കേറ്റ് സന്ധ്യ, സീറ്റ ദാസൻ, ബീനാമോൾ SG. ഇത് ഒപ്പിട്ട ആളുകളെ കുറിച്ച് എനിക്ക് വിഷമമൊന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് 1-2 അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, എന്നൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരു അഭിഭാഷകയാണ്. പിന്നെ കാണുന്നത് അഡ്വക്കേറ്റ് സന്ധ്യ, അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരൊരു അഭിഭാഷകയാണ്. ഇവർക്ക് 2 പേർക്ക് ഇതിലെങ്ങനെ ഒപ്പിടാൻ തോന്നി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഫെയർ ക്രിറ്റിസിസം പോലും ആകാം. കോടതി വിധിയെ വിമർശിക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ ഒരു കോടതി വിധി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ആളുകളോട് പറയുന്നത് അവരുടെ ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്നത് തെറ്റാണ്, അയാളെ തടയണം, അയാളെ വിലക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ നിയമസാധുത എന്താണ്? വക്കീലന്മാരെ, നിയമസാധുത എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നാട്ടിൽ കലാപം ഉണ്ടാക്കും, അത് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിൽ 1-ാം പ്രതി ആരാണെന്നറിയോ? ഹണി M വർഗീസ്. ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട ആരെയാ? ഒരാൾ എഴുതി വെച്ചത് വായിക്കുന്നത് കുറ്റമാണെങ്കിൽ അതിലും ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്ന ആരാണ്? എഴുതിയ ആളാണ്. തൂക്കിക്കൊല്ലണം ഹണി M വർഗീസിനെ. എന്നിട്ട് ശ്രീജിത്ത് പണിക്കരെ ജീവപര്യന്തം തടവിലിടുകയും വേണം. ഇതല്ലേ? എന്തൊരു രാജ്യമാണ്! എന്ത് യുക്തിയാണ്? ഇതാണോ ജനാധിപത്യം? ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പ്രവണതയ്ക്കെതിരായ പോരാട്ടം? മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട്. ശ്രീജിത്ത് പണിക്കർ മാത്രമല്ല, നമ്മളൊക്കെ പറഞ്ഞു നമ്മളെയൊക്കെ തൂക്കിക്കൊല്ലണമെന്ന് പറയുമായിരിക്കും. നമ്മളൊക്കെ പാവങ്ങൾ. ശ്രീജിത്ത് പണിക്കർ വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ശ്രീജിത്തിനെ ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമായിരിക്കും. കാരണം നമ്മൾ ഈ കോടതി വിധിയൊക്കെ ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ട് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു
ബഹുമാനപ്പെട്ട ഒരു കോടതിയുടെ വിധി വായിക്കുന്നതും ആ വിധിയിലെ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നതും തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. നീതിപീഠം എന്ന് പറയുന്നത്, നീതിപീഠത്തെ നമ്മളെല്ലാം കാണുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന പരമോന്നത നീതിപീഠങ്ങളെ നമ്മൾ ശ്രീകോവിലുകൾ പോലെയാണ് കാണുന്നത്. അത്ര പവിത്രമായ കാണുന്നത്. അത്തരം ഒരു പവിത്ര സന്നിധിയിൽ നിന്ന് നീതിദേവതയുടെ വിരലൊപ്പ് വിട്ട് വരുന്ന ഒരു വിധിന്യായം വായിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമാണ്. നമ്മുടെ രാജ്യത്ത് അത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് കേരളമാണ്. ഏതായാലും ശ്രീജിത്ത് പണിക്കർ എപ്പോഴാണ് കടുക് വാങ്ങിച്ചതിനകത്ത് കയറുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീജിത്ത് പണിക്കർ ഈ തിട്ടൂരം, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിക്കുമെന്നും കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലി നിർബാധം, നിരന്തരം, നിർഭയം തുടർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാൻ ഇനിയുമുണ്ടാവും. അതിൻ്റെയൊക്കെ അരികു പറ്റി നമ്മളെപ്പോലെയുള്ള ചെറിയ മനുഷ്യരും ഈ കോടതി വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതി വിധി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനൊരു വിധി കോടതിയുണ്ട്. ഇനിയിപ്പോൾ ഹൈക്കോടതി വിധി പറയാൻ പറ്റത്തില്ല. ഹൈക്കോടതി വിധി ഇതുപോലെ തന്നെ ആയിരിക്കും അവർ പറയുന്നുണ്ട്. കാരണം സുപ്രീം കോടതി ഹൈക്കോടതി പോയിട്ട് കാര്യമില്ലെന്നായി. ഇനി ഹൈക്കോടതി വിധി വരുന്ന സമയത്തും സുപ്രീം കോടതി വിധി വരുന്ന സമയത്തും ശ്രീജിത്ത് പണിക്കരും പറയും, ഞങ്ങളെപ്പോലുള്ള സാധുക്കളും ആ വിധി എടുത്ത് വെച്ച് പറയും. ഏത് കോടതി വിധി വന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം ഈ കേസ് നിങ്ങളെന്താ മറ്റ് കേസുകളെക്കുറിച്ച് ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കാം. എല്ലാ ദിവസവും കോടതി വിധികൾ വരുന്നില്ലേ, നിങ്ങളെന്താ ചർച്ച ചെയ്യാത്തത്? ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 10-12 വർഷക്കാലം പത്രത്തിൻ്റെ നിയമകാര്യ ലേഖകനായിരുന്നപ്പോൾ എല്ലാ വിധികളും വായിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ കേസ് പോലെ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ കാത്തിരുന്ന ഒരു വിധി വേറെയില്ല. അത്രയും സെൻസേഷണൽ ആയതുകൊണ്ടാണ്. സെൻസേഷണലാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഇവിടുത്തെ അതേ മാധ്യമങ്ങൾ ഈ കേസിൽ ഒരു കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ അത് സപ്രസ് ചെയ്യുമ്പോൾ, കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കോടതി ജുഡീഷ്യറിക്ക് ചിത്തപ്പരുണ്ടായി. ഇവർ വിരൽ ചൂണ്ടി ആക്ഷേപിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്, സെഷൻസ് ജഡ്ജിയാണ്. ഇറങ്ങി വന്നിട്ടൊരു വക്കീൽ പറഞ്ഞ സെൻറ്റൻസ് ഞാൻ നോക്കുന്നുണ്ട്, ഈ വിധി എങ്ങനെ വന്നു എന്ന് എനിക്കറിയാമെന്ന്. എത്ര ദുരുദ്ദേശപരമായ, ദുരർത്ഥമുള്ള പ്രയോഗമായിരുന്നു. അപ്പോൾ ശരിക്കും നീതിന്യായ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടം കൂടിയാണ് ശ്രീജിത്ത് പണിക്കർ നടത്തുന്നത്. ഏതായാലും ശ്രീജിത്ത് പണിക്കരെ അറസ്റ്റ് ചെയ്യുമോ പിണറായി എന്ന് നമുക്ക് കാത്തിരിക്കാം.